ബിഗ് ബോസ് മലയാളം സീസൺ 8 വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്ന് മലയാളി പ്രേക്ഷകരെല്ലാവരും. അതേസമയം നിരവധി പ്രഡിക്ഷൻ ലിസ്റ്റുകളും ഇതിനോടകം തന്നെ പുറത്തെത്തി കഴിഞ്ഞു. എന്നാൽ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിലൊക്കെ തന്നെയും ഏറെ ശ്രദ്ധ നേടുന്ന ചില പേരുകളൊക്കെയുണ്ട്. അവരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സാദരം സീരിയലിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് ഗോപിക അനിൽ. ഗോപിക അനിലിന്റെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. അടുത്തതായി മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ രശ്മി നായർ. ഇതിനു മുൻപും രശ്മിയുടെ പേര് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിട്ടുണ്ട്, ബിഗ് ബോസിൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. 399 രൂപയുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കി കോടികൾ വരുമാനം നേടിയ അശ്വനിയും ഇപ്രാവശ്യം ബിഗ് ബോസിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഉയർന്നു വരുന്നത്. അടുത്തതായി മലയാളി ഹൗസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ ഇന്നത്തെ യുവാക്കളുടെ പ്രിയങ്കരനായ രാഹുൽ ഈശ്വർ ബിഗ് ബോസിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസിന്റെ റേറ്റിംഗ് തന്നെ ഉയരും. അത്രമാത്രം പ്രേക്ഷകരാണ് രാഹുലിനുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മൈൻഡ് ഗെയിം പ്രേക്ഷകരെ എല്ലാവരെയും വളരെയധികം ഉത്സാഹവാനായിക്കൊണ്ട് തന്നെ ഈ ഷോ കാണാനുള്ള മുന്നേറ്റത്തിലേക്ക് മാറുകയും ചെയ്യും. അടുത്തതായി ബിഗ് ബോസിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ശീതൾ ശ്യാം. LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ശീതൾ ബിഗ് ബോസിലേക്ക് ഇപ്രാവശ്യം എത്താൻ സാധ്യത. അതേസമയം ഇതിൽ ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല. അടുത്തതായി ആരതി അറക്കൽ. പുരുഷനോടുള്ള വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടും ഫെമിനിസ്റ്റ് ആയിക്കൊണ്ടും പ്രവർത്തിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആരതി അറക്കൽ. താരം ബിഗ് ബോസിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അലിൻ ജോസ് പെരേര. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതിലുപരി ഷോർട്ട് ഫിലിമുകളിലെ അഭിനയ മികവ് കൊണ്ടും ലക്ഷക്കണക്കിന് ആരാധകരെയും അതുപോലെ തന്നെ വിമർശകരെയും സ്വന്തമാക്കിയ അലിൻ ജോസ് പെരേര. അലിന്റെ പേര് ഇതിനു മുൻപുള്ള സീസണുകളിലും ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ബിഗ് ബോസിലേക്ക് എത്തിയിട്ടില്ല. ഇപ്രാവശ്യമെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇനി അടുത്തതായിട്ട് ചിലപ്പോൾ എത്താൻ സാധ്യതയുള്ള ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേരാണ് ശരണ്യയുടേത്. യൂട്യൂബറാണ് ശരണ്യ. മാത്രമല്ല മിനി സ്ക്രീനിൽ അറിയപ്പെടുന്ന ഒരു നടന്റെ ഭാര്യ കൂടിയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറയുമ്പോൾ ആയിരിക്കും ശരണ്യയെ കൂടുതലും മലയാളികൾക്ക് മനസ്സിലാവുക. ശരണ്യയും ബിഗ് ബോസിലേക്ക് ചിലപ്പോൾ ഉണ്ടാകാമെന്നുള്ള രീതിയിലാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ പുറത്തു വരുന്നത്. വ്യക്തത ലഭിച്ചിട്ടില്ല. ഇത് വെറും പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. ഏഷ്യനെറ്റിന്റെ അണിയറ പ്രവർത്തകരോ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരോ ഇതുവരെയായിട്ടും ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വിട്ടിട്ടേയില്ല. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നവരാണല്ലോ പൊതുവെ ബിഗ് ബോസിലേക്ക് എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ഇവരൊക്കെ തന്നെ ആയിരിക്കും എത്താൻ സാധ്യത എന്നാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പുറത്തു വരുന്നത്. എന്നാൽ ഇതുവരെയായിട്ടും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല.